നിങ്ങളുടെ രാവിലത്തെ കാപ്പി നിങ്ങളെ തടിപ്പിച്ചേക്കാം. പകരം ഇത് ചെയ്യുക. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ഇപ്പോഴും പകുതി സ്വപ്നം കാണുന്നു. നിങ്ങളുടെ കൈ ആദ്യം എത്തുന്നത് എന്തിനാണ്? ആവി പറക്കുന്ന ആശ്വാസകരമായ ഒരു കപ്പ് കാപ്പി. അത് നിങ്ങളെ ഉണർത്തുന്നു അല്ലേ? എന്നാൽ ഇതാ ഒരു കിക്കർ. നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രഭാതപാനീയം യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൊഴുപ്പ് കുറയുന്നത് മന്ദഗതിയിലാക്കുന്നു. എന്ത്? കാപ്പി മെറ്റബോളിസം വർദ്ധിപ്പിക്കേണ്ടതല്ലേ? സാങ്കേതികമായി അതെ, പക്ഷേ സമയമാണ് എല്ലാം. ഒഴിഞ്ഞ വയറ്റിൽ ആദ്യം കാപ്പി കുടിക്കുന്നത് നിങ്ങളുടെ കോർട്ടിസോൾ സ്ട്രെസ് ഹോർമോൺ വർദ്ധിപ്പിക്കുന്നു. രാവിലെ കോർട്ടിസോൾ ഉയർന്ന നിലയിൽ തുടരുമ്പോൾ നിങ്ങളുടെ ശരീരം ഒരു അപ്പോക്കലിപ്സിന് തയ്യാറെടുക്കുന്നത് പോലെ കൊഴുപ്പിനെ മുറുകെ പിടിക്കുന്നു. കൂടുതൽ മോശമാണോ? ആ കോർട്ടിസോൾ സ്പൈക്ക് പിന്നീട് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയെ തകർക്കുന്നു. ഇത് ആസക്തി, ശോഭം, ഉച്ച കഴിഞ്ഞുള്ള എനിക്ക് മറ്റൊരു കപ്പ് വേണമെന്ന മാന്ദ്യം എന്നിവയിലേക്ക് നയിക്കുന്നു. അപ്പോൾ നിങ്ങൾ പകരം എന്തു ചെയ്യണം? ലളിതം. ആദ്യം കഴിക്കുക, തുടർന്ന് കുടിക്കുക. പ്രോട്ടീൻ സമ്പുഷ്ടമായ പ്രഭാത ഭക്ഷണത്തിന് മുട്ട, ഗ്രീക്ക് തൈര് അല്ലെങ്കിൽ പരിപ്പ് എന്നിവ പോലെ. 15-20 മിനിറ്റിന് ശേഷം നിങ്ങളുടെ ശരീരം കഫീൻ വളരെ നന്നായി കൈകാര്യം ചെയ്യുന്നു. രക്തത്തിലെ പഞ്ചസാര സ്ഥിരതയുള്ളതായി തുടരുന്നു. കോർട്ടിസോൾ തണുപ്പിക്കുന്നു. മെറ്റബോളിസം സുഗമമായി നടക്കുന്നു. ബോണസ്, ഉച്ചയോടെ നിങ്ങളുടെ ഊർജം കുറയുന്നില്ല. ഇതാ മറ്റൊരു ടിപ്പ്. പഞ്ചസാര ചേർത്തവ ഒഴിവാക്കുക. ആ ഫ്ലേവേർഡ് ക്രീമർ, ആ വാനില സിറപ്പ്, അവ ട്രെൻഡി കോഫി വേഷം ധരിച്ച വെറും ദ്രാവക പഞ്ചസാര ബോംബുകളാണ്. പകരം ഒരു തുള്ളി ഫുൾ ഫാറ്റ് പാൽ അല്ലെങ്കിൽ മധുരമില്ലാത്ത ബദാം പാൽ, ഒരു നുള്ള കറുവപ്പട്ട, അതുമല്ലെങ്കിൽ ഒരു തുള്ളി വാനില എക്സ്ട്രാക്റ്റ് എന്നിവ പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ ആദ്യകാല കാപ്പിയില്ലാതെ ഇപ്പോഴും പ്രവർത്തിക്കാൻ കഴിയുന്നില്ലേ? എങ്കിൽ ആദ്യം കുറച്ച് ബദാം അല്ലെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കുടിക്കുക. ഒരു കഷണം ടോസ്റ്റ് പോലും ഒന്നും ചെയ്യാത്തതിനേക്കാൾ നല്ലതാണ്. ലക്ഷ്യം കഫീൻ നിരോധിക്കുകയല്ല, മറിച്ച് ബഫർ ചെയ്യുക എന്നതാണ്. കൂടാതെ അമിത ഉപഭോഗം ശ്രദ്ധിക്കുക. ഒരു ദിവസം 3 അതിലധികമോ കപ്പ് നിങ്ങൾ ദിവസം മുഴുവൻ കോർട്ടിസോൾ വർദ്ധിപ്പിച്ചേക്കാം. വയറിലെ കൊഴുപ്പ് സംഭരണവും വയറുകളാൽ തകർന്നുപോയ വൈകുന്നേരവും. ചുരുക്കത്തിൽ നിങ്ങളെ തടിപ്പിക്കുന്നത് കാപ്പിയല്ല, നിങ്ങളത് എങ്ങനെ എപ്പോൾ കുടിക്കുന്നു എന്നതാണ്. ഒരു ലൈഫ് സപ്പോർട്ട് സിസ്റ്റമല്ല, മറിച്ച് ഒരു പെർഫോമൻസ് ടൂൾ പോലെ കാപ്പിയെ പരിഗണിക്കുക. ആദ്യം ഇന്ധനം നൽകുക, ബുദ്ധിപൂർവം കുടിക്കുക. കാപ്പി നിങ്ങളുടെ ശരീരവുമായി പ്രവർത്തിക്കട്ടെ, അതിന് എതിരായിട്ടല്ല. If you love to watch this video, you can like, share and subscribe.